അപ്പോൾ യൂട്യൂബേഴ്സിന് 1000 വ്യൂസ് കിട്ടിയാൽ എത്ര പൈസ കൊടുക്കുമെന്ന് അറിയണമല്ലേ? ആദ്യം എനിക്ക് എത്ര കിട്ടിയെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യൂസും നമുക്ക് കിട്ടുന്ന പൈസ തമ്മിൽ ഒരു ബന്ധമില്ല. നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ എത്രത്തോളം ആഡ്സ് കാണിക്കുന്നു, ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ ടൈപ്പ് ഓഫ് ആഡ്സ് കാണിക്കുന്നു എന്നുള്ളതിലാണ്. കൂടുതൽ ആഡ്സ് കാണിക്കുമ്പോൾ, കൂടുതൽ ആഡ്സ് കാണിക്കുന്ന വ്യൂസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ കൂടുതൽ പൈസ നിങ്ങൾക്ക് കിട്ടും. ഇനി എനിക്ക് 1000 വ്യൂസിന് എത്ര കിട്ടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് അനലിറ്റിക്സിൽ പോവാണ്. അവിടെ പോയതിന് ശേഷം റവന്യൂ ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് RPM എന്ന് ചക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നത് കാണാം. RPM എന്താണെന്ന് ചോദിച്ചാൽ റവന്യൂ പെർ മില്ലെ എന്നാണ്. അതായത് 1000 വ്യൂസിന് എത്ര പൈസ നിങ്ങൾക്ക് കിട്ടുന്നു. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യൂട്യൂബിലെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് റവന്യൂ നിങ്ങൾക്ക് എത്രയുണ്ട്, അത് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ വ്യൂസ് എത്രയാണ് ഇൻറ്റു 1000. അപ്പോൾ നിങ്ങളുടെ 1000 വ്യൂസിൻ്റെ പൈസ കിട്ടും. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ RPM എന്ന് പറയുന്നത് 120 രൂപ 89 പൈസയാണ്. അതായത് എൻ്റെ ചാനൽ 1000 വ്യൂസ് ആയാലും എനിക്ക് ഏകദേശം 120 രൂപ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ തന്നെ ഇത് 1 രൂപയാണ്. ഈ 1 രൂപ എൻ്റെ ചാനൽ സമ്പാദിക്കുന്നതിന് 8.333333 ആൾക്കാർ എൻ്റെ വീഡിയോ ഏകദേശം കാണണം. എൻ്റെ ചാനലിൻ്റെ RPM മറ്റുള്ള ഇന്ത്യൻ ചാനൽസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്താൽ അത് കൂടുതലായിരിക്കും. യൂട്യൂബേഴ്സിന് അവറേജ് ആയിട്ട് $2 CPM ആണുള്ളത്. അതായത് അതിൻ്റെ 50% ആയിരിക്കും ഏകദേശം നിങ്ങളുടെ RPM ആയിട്ട് വരിക. അപ്പോൾ ആ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ശരാശരി യൂട്യൂബറിന് കിട്ടുന്നത് $1 ആണ്. $1 എടാ, ഡോളറിൻ്റെ വില എത്ര? അത് പല റേറ്റ് ഉണ്ട്. 85 രൂപ ഉണ്ട്, ചിലയിടത്ത് 90 രൂപ ആണ്. മഹാരാഷ്ട്രയിലൊക്കെ ചിലപ്പോൾ 100 രൂപ വരെ പോയിട്ടുണ്ടെന്ന് കേട്ട്. 90. എടാ, അത് പെട്രോളിൻ്റെ വിലയടാ. നീ ചോദിച്ചത് ഡോളറിനാണല്ലേ, ഞാൻ കേട്ടത് ഇത് ലിറ്ററിനാ. ഡോളറിന് 73 രൂപ. ഏകദേശം 73 രൂപ. അതായത് 1000 വ്യൂസിന് ഏകദേശം 73 രൂപയാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ഇത് ഹോൾ യൂട്യൂബിലുള്ള കണക്കാണ്. ഇന്ത്യൻ യൂട്യൂബേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വാല്യൂ പിന്നെയും കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു 50-60 റേഞ്ചിലേക്കാണ് ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ ചാനലിൽ എങ്ങനെയാണ് 120 രൂപ RPM ആയിട്ട് വന്നതെന്ന്. RPM ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൻ്റെ ഓവറോൾ ടോപ്പിക്കിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് എന്നുള്ള കാറ്റഗറിയിൽ നിന്നുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ RPM നല്ല കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ആ RPMനെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ അഡ്വർടൈസേഴ്സ് യൂട്യൂബിലുണ്ട്. അവർ നല്ല പൈസയും യൂട്യൂബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് മെയിൻലി കണ്ടന്റ് ക്രിയേഷനും ബിസിനസ്സും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ കുറച്ചുകൂടി നല്ല RPM ഉള്ളത്. RPM ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് നിങ്ങളുടെ ചാനലിൽ എത്രത്തോളം ആഡ്സ് കാണിക്കുന്നുണ്ട്, എത്രത്തോളം ആഡ് ഇംപ്രഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പിലുള്ള ആഡ്സ് ആണ് നിങ്ങളുടെ ചാനലിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. RPM ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റ് 2 ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വർഷത്തിൻ്റെ സമയം. അതായത് ഇപ്പോൾ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ കൂടുതൽ RPM കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജിയോഗ്രഫി. അതായത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വ്യൂവേഴ്സ് കൂടുതലുള്ള ചാനലാണെങ്കിൽ അവർക്ക് കൂടുതൽ RPM ഉണ്ടാവും. കാരണം അമേരിക്കൻ ഓഡിയൻസിലേക്ക് അഡ്വർടൈസ് ചെയ്യാൻ അഡ്വർടൈസേഴ്സ് നല്ല പൈസ ഇറക്കേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് RPM കൂടുതലായിരിക്കും. പക്ഷേ ഒരു ഇന്ത്യൻ ക്രിയേറ്ററിന് അത്രയും RPM കിട്ടില്ല. കാരണം ഇന്ത്യയിൽ അഡ്വർടൈസിങ് ചീപ്പാണ്. അപ്പോൾ നിങ്ങളുടെ RPM ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്രയധികം കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ശരാശരി കണക്കാണ് ഞാൻ നേരത്തെ ഒരു 50 മുതൽ 70 രൂപ എന്ന് പറഞ്ഞത്. അത് എത്രത്തോളം കറക്റ്റാണ് എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ RPM എത്രയെന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലൊരു ഐഡിയ കിട്ടും. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചു, ലൈക്ക് RPM, CPM. അതുപോലെ തന്നെ യൂട്യൂബ് റവന്യൂ അനലിറ്റിക്സിൽ പോയാലും നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ടേംസ് കാണാൻ പറ്റും. പ്ലേബാക്ക്, CPM. ഇതൊക്കെ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്മാഷ് ദാറ്റ് ലൈക്ക് ബട്ടൺ. ലൈക്ക് ചെയ്യാൻ മാത്രമല്ല റവന്യൂ എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ കമൻറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതിനനുസരിച്ച് എനിക്ക് വീഡിയോ ചെയ്യാം. ഇനി നമ്മൾ RPM കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഏർണിങ്സ് എടുത്തിട്ടാണ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഏർണിങ്സിൽ നമ്മുടെ ആഡ്സിൻ്റെ പൈസ വരും, നമുക്ക് കിട്ടിയ പ്രീമിയം മെമ്പർഷിപ്പിൽ നിന്നുള്ള പൈസ കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്നുള്ള പൈസ കൂടി വരുന്നുണ്ട്. അതായത് നിങ്ങൾ ലൈവ് ഷോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കേഴ്സും കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആഡ്സിൽ നിന്ന് മാത്രമുള്ള റവന്യൂ ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ RPM അതല്ല. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ RPMൻ്റെ സൈഡിലുള്ള പ്ലേ ബാക്ക് CPMൽ പോവുക. പ്ലേ ബാക്ക് CPMൻ്റെ ഏകദേശം 55% ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ ആഡ്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ RPM കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്ന ആഡ്സിൻ്റെ എണ്ണം കൂട്ടണം, അല്ലേ? ആഡ് ഇംപ്രഷൻസ് കൂട്ടണം. അത് കൂട്ടാൻ നമ്മുടെ കയ്യിൽ കുറച്ച് വഴികളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വഴിയാണ് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് അതിൽ മിഡ് റോൾ ആഡ്സ് പ്ലേസ് ചെയ്യാനുള്ള അവകാശം തരികയാണ്. മിഡ് റോൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആഡ്സ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ആഡ്
ഇംപ്രഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. 8 മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസേ ഉണ്ടാക്കാവൂ എന്നല്ല. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ, നിങ്ങൾ ചെയ്യുന്ന ആ ടോപ്പിക്ക് എത്ര ലെങ്ത് ആണോ ഡിമാൻഡ് ചെയ്യുന്നത്, അത് 5 മിനിറ്റ് ആണോ 10 മിനിറ്റ് ആണോ, അതിനനുസരിച്ചേ നിങ്ങൾ വീഡിയോ ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷനൊക്കെ കുഴപ്പമാവും, യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാതിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ RPM കൂട്ടാനുള്ള ഒരു വഴി. ഇതും കൂടാതെ ഒരു 4-5 വഴികൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനത് ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം ഈ വീഡിയോയുടെ ഓഡിയൻസ് മിക്കവാറും ഇതിലൊന്നും താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഞാൻ ലൈക്ക് അടിക്കാൻ പറഞ്ഞിരുന്നു, അത് മറന്നെങ്കിൽ ഒന്നുകൂടി ലൈക്ക് അടിച്ചേക്ക്. നേരത്തെ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് മറന്നെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ മോണറ്റൈസേഷൻ എന്നോ അല്ലെങ്കിൽ മോർ RPM എന്നോ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. ഞാൻ പലപ്പോഴും എൻ്റെ യൂട്യൂബ് ഓഡിയൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ യൂട്യൂബ് ആഡ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്, യൂട്യൂബിന് പുറത്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടെത്തണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ 8 മാർഗ്ഗങ്ങൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതായത് ആഡ്സ് ഇല്ലാതെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള 8 വഴികൾ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ബിസിനസ് ഉണ്ടാക്കാനായിരിക്കും താല്പര്യം, ബിസിനസ്സിലായിരിക്കും താല്പര്യം. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിസിനസ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ പ്ലേലിസ്റ്റ് കൂടി ഒന്ന് കണ്ടു നോക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പുതുതായിട്ടാണ് യൂട്യൂബിൽ വന്നതെങ്കിൽ പൈസയിൽ ഫോക്കസ് ചെയ്യില്ലേ, നിങ്ങളുടെ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യൂ. ഓക്കെ, ബൈ.